ഒരു സത്യം പറയട്ടെ, വാട്സപ്പിന് വട്ടായി അങ്ങനെയുള്ള അപ്ഡേറ്റാണ് ഇവന്മാർ കൊണ്ടുവരുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് പുതിയ 2 അപ്ഡേറ്റുകൾ വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ഒന്ന് എല്ലാവർക്കും ഇപ്പം തന്നെ ലഭിക്കും. രണ്ടാമത്തെ അപ്ഡേറ്റ് ബീറ്റ വെർഷനിലുള്ളവർക്കാണ് ലഭിക്കുക. അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി മുതൽ നമുക്ക് വാട്സപ്പിനകത്ത് നിന്ന് തന്നെ AI വീഡിയോകൾ നിർമ്മിക്കാൻ പറ്റും. അതുകൊണ്ടുള്ള പ്രയോജനം, നമ്മുടെ ഗാലറിയിൽ കിടക്കുന്ന ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയൊക്കെ ഫോട്ടോ ഉണ്ടല്ലോ, അതുപയോഗിച്ചിട്ട് അയാൾ ഡാൻസ് കളിക്കണോ, പാട്ട് പാടണോ, അല്ല അടിപിടി കൂടണോ, എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് AI ഉപയോഗിച്ച് ഇനി വാട്സപ്പിനകത്ത് നിന്ന് തന്നെ വീഡിയോ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് ഞാൻ പറഞ്ഞല്ലോ ബീറ്റ വേർഷൻകാർക്കാണെന്ന്. അവർക്ക് സാധാരണ വാട്സപ്പിനകത്തെ നമ്മുടെ ബോട്ടം നാവിഗേഷൻ ഉണ്ടല്ലോ, ആ ബോട്ടം നാവിഗേഷനകത്ത് തന്നെ നിങ്ങൾക്ക് മെറ്റ AI വന്നതായിട്ട് കാണാം. അപ്പോൾ പലരും കരുതും ആദ്യം മെറ്റ AI ഉണ്ടല്ലോ, ഇവിടെ വന്നതുകൊണ്ട് എന്താണ് പ്രയോജനമെന്ന്. ഇവിടെ വന്നതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ആദ്യം എല്ലാവർക്കും ലഭിക്കുന്ന ഓപ്ഷൻ കാണിച്ചു തരാം. നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് മെറ്റ AI ഉണ്ടല്ലോ, അത് ചിലർക്ക് ഇവിടെ ഉണ്ടാകും. ഇനി ഇവിടെ കാണുന്നില്ലെങ്കിൽ മുകളിലെ സെർച്ച് ബാറിൽ നിങ്ങൾ മെറ്റ AI എന്ന് സെർച്ച് ചെയ്താൽ മെറ്റ AIയുടെ ഓപ്ഷൻ കിട്ടും. അങ്ങനെയും കിട്ടിയിട്ടില്ലെങ്കിൽ ആസ്ക് എന്ന് പറഞ്ഞിട്ടും മെറ്റ AIയുടെ ഓപ്ഷൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആദ്യം നിങ്ങൾ മെറ്റ AIയുടെ ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണ് വീഡിയോ ആക്കേണ്ടത് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്താൽ താഴെ ഡിസ്ക്രിപ്ഷൻ എഴുതേണ്ട ഓപ്ഷൻ ഉണ്ടാവും. എന്നിട്ട് ആ ഫോട്ടോ നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോ ആണ് ആക്കി മാറ്റേണ്ടത് അത് മലയാളത്തിൽ എഴുതിയാൽ മതി. ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത് ചിത്രത്തിലുള്ള പെൺകുട്ടി അടുത്തുള്ള പൂവ് പറിക്കുന്നതും ക്യാമറ ആംഗിളിലേക്ക് നോക്കി പുഞ്ചിരിക്കുന്നതുമായിട്ടാണ്. അങ്ങനെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ മലയാളത്തിൽ എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അല്പനേരം കാത്തിരുന്നാൽ വാട്സപ്പ് തന്നെ അത് വീഡിയോ ആക്കിയിട്ട് ഇതുപോലെ അയച്ചു തരും. വീഡിയോ അത് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. 100% ആകുന്നത് വരെ കാത്തിരിക്കാം. 100% ആയി കഴിഞ്ഞാൽ അത് എത്ര MB ആണെന്ന് ഇവിടെ എഴുതി കാണിക്കും. ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് പ്ലേ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാം ഞാൻ പറഞ്ഞതുപോലെയുള്ള മനോഹരമായൊരു വീഡിയോ ആക്കി തന്നിട്ടുണ്ട്. പിന്നെ പ്രോംപ്റ്റ് എഴുതുമ്പോൾ വീഡിയോ നിർമ്മിക്കണമെന്ന് തന്നെ കൊടുക്കണം, അല്ലാതെ ആനിമേഷൻ എന്ന് എഴുതരുത്. വീഡിയോ നിർമ്മിക്കണമെന്ന് എഴുതിയാൽ മാത്രമേ അതിൻ്റെ ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോ ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്കിവിടെ കാണാം അത് തന്നെ ചോദിക്കും, നമുക്ക് പശ്ചാത്തലത്തിൽ എന്തെങ്കിലും സംഗീതം കൊടുക്കണോ, അല്ലെങ്കിൽ നമുക്ക് വേറെ പൂവ് പറിക്കുന്നതായിട്ട് കൊടുക്കണോ, അതുപോലെ നമുക്ക് എന്തെങ്കിലും ഓഡിയോയും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് പ്രോംപ്റ്റിൽ എഴുതിയാൽ മതി. പിന്നെ നമുക്ക് 5-6 സെക്കൻഡുള്ള വീഡിയോ ആണ് ഇപ്പോൾ നിർമ്മിച്ച് ലഭിക്കുന്നത്. അതുപോലെ തന്നെ മലയാള സംഭാഷണം ഇപ്പോൾ ലഭ്യമല്ല. ഇംഗ്ലീഷിലുള്ള ഡയലോഗ്സ് ഒക്കെ ലഭിക്കും. മലയാളം ലഭിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാലം കൂടി കാത്തിരിക്കണം. ഞാനിപ്പോൾ മറ്റൊരു ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പ്രോംപ്റ്റ് കൊടുക്കുന്നത് ആ അടുത്തുള്ള പൂച്ചയെ തലോടുന്നതായിട്ടുള്ള ഒരു പ്രോംപ്റ്റാണ് കൊടുത്തുള്ളത്. ഞാൻ സെൻഡ് ചെയ്യുന്നു. അല്പസമയം കൊണ്ട് എനിക്കത് ലഭിക്കുന്നു. നിങ്ങൾക്ക് കാണാം ഞാൻ പറഞ്ഞതുപോലെ മനോഹരമായൊരു വീഡിയോ തന്നെ എനിക്ക് നിർമ്മിച്ച് തന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് പ്രോംപ്റ്റ് കൊടുത്താൽ മതി. ഉദാഹരണത്തിന് ഞാനൊരു AI വീഡിയോ നിർമ്മിച്ച് കാണിച്ചു തരാം. ഇന്ത്യയുടെ തിരക്കുള്ളൊരു നഗരത്തിലൂടെ ഒരാൾ ഓട്ടോ ഓടിച്ചു പോകുന്ന പ്രോംപ്റ്റാണ് എഴുതിയിട്ടുള്ളത്. ക്യാമറ ആംഗിൾ ഓട്ടോയുടെ അകത്ത് നിന്നായിരിക്കണമെന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. നേരത്തേതുപോലെ തന്നെ സെൻഡ് ചെയ്യുന്നു. അല്പസമയത്തിനുള്ളിൽ ഞാൻ പറഞ്ഞതുപോലെയുള്ള മനോഹരമായൊരു വീഡിയോ നിങ്ങൾക്ക് നിർമ്മിച്ച് തന്നതായിട്ട് കാണാം. ഇനി ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വാട്സപ്പിനകത്ത് AI വീഡിയോ നിർമ്മിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. അപ്ഡേറ്റ് ചെയ്തിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. കാരണം വാട്സപ്പ് അങ്ങനെയാണ്, കുറച്ച് പേർക്ക് ആദ്യം കൊടുക്കും, ശേഷം മറ്റുള്ളവർക്ക് ലഭിക്കും. എന്തായാലും ഈ ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കാരണം ഇത് ബീറ്റ വേർഷനിലൊക്കെ വന്നിട്ട് കുറേ കാലമായി, ഇപ്പോഴാണ് ഒറിജിനൽ വേർഷനിൽ വരുന്നത്. ഇനി ഈ ബീറ്റ വേർഷൻ ഉപയോഗിക്കുന്നവർക്ക് ഇവിടെ താഴെ ബോട്ടം നാവിഗേഷനിൽ തന്നെ മെറ്റ AI വന്നിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്താൽ നമ്മളൊരു AI ജനറേഷൻ ടൂളിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ഇനി വാട്സപ്പിനകത്ത് നിന്ന് തന്നെ ചെയ്യാം. നമുക്ക് എഴുതേണ്ട കാര്യങ്ങളായാലും എഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് ചെയ്യാം. ചിത്രം തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്യാനും പല രീതിയിൽ എഡിറ്റ് ചെയ്യാനും പല കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊന്നും വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാനിതിൽ പറയുന്നില്ല, കാരണം ഇതിൽ ബീറ്റയിലാണ് വന്നിട്ടുള്ളത്. മറ്റുള്ളവർക്ക് ജനറലായിട്ട് കിട്ടി തുടങ്ങിയിട്ടില്ല. എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വിശദമായ വീഡിയോ ചെയ്യണമെങ്കിൽ, അതായത് ഈ ഓപ്ഷനെ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന വീഡിയോ ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും വന്നതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ ഓപ്ഷൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ആദ്യം ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.